ഒരു മാസം നീളുന്ന വലിയ വിപുലമായ പരിപാടികൾക്കാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ തുടക്കം കാസർഗോഡ് നിന്നാണ്. ഇത് ജനങ്ങളെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി ലക്ഷ്യമിടുന്നത്. അത് സാധ്യമാവുന്ന തരത്തിൽ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും ശ്രീജ, അത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന ആ വേദിക്ക് സമീപമാണ്. നമുക്ക് വേദി കാണാം. വലിയ തോതിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. നമുക്ക് ഇതിൽ കാണാം വലിയ തോതിലുള്ള പവലിനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. അതിന് പ്രത്യേക പ്രദർശന വിപണന മേളയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സെമിനാറുകളുണ്ട്. ഏതായാലും മുഴുവൻ മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇവിടെ എത്തും. എന്തായാലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ അത് എണ്ണി പറയുക ഈ പരിപാടിയിൽ എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഓരോ പരിപാടിയും ജില്ലയിൽ നടക്കുമ്പോഴും നേരത്തെ നവകേരള സദസ്സിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉണ്ട്. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച കാഞ്ഞങ്ങാടുള്ളത്. വൈകിട്ട് വലിയ തോതിലുള്ള റാലിയും സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം ഈ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പരിപാടി ദൂർത്തെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആശാ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു, സംസ്ഥാനത്തിന് പണമില്ല, കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും വലിയ തോതിൽ ദൂർത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള പരിപാടി നടക്കുന്നു. അല്പസമയം മുമ്പ് മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 8നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്, ഇതുമായി മുന്നോട്ട് പോകും. മാത്രമല്ല ഒരു തുടർ ഭരണം അതുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പറയുന്നുണ്ട്. ജനങ്ങൾ അംഗീകാരം നൽകി രണ്ടാം സർക്കാരിനെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ വീണ്ടും ഒരു ഭരണം ഉണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങൾ, അതായത് തങ്ങളുടെ നേട്ടങ്ങളെല്ലാം ഇത്തരത്തിൽ ഉയർത്തിക്കാട്ടും. ഇതിൽ പ്രധാനമായും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദേശീയ പാത പ്പെട്ടൊക്കെ ഫ്ലക്സ് ബോർഡുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവിടെ എത്തും. 10 മണിയോടുകൂടി ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. ഓരോ മന്ത്രിമാരായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഓരോ മന്ത്രിമാരായി ഇപ്പോൾ ഈ വേദിക്കരികിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അല്പസമയത്തിലേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വൈകിട്ട് നടക്കുന്ന റാലിയും ഉദ്ഘാടനം ചെയ്തത്. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേള അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. വിവിധ പരിപാടികൾ, സെമിനാറുകളുണ്ട്. അതോടൊപ്പം തന്നെ കലാപരിപാടികളുണ്ട്. അത്തരത്തിൽ വിപുലമായ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ശ്രീജ, ഇതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം അത് ഒരു ഉറച്ച ശബ്ദമായി നമ്മൾ ആദ്യം കേൾക്കുന്നത് കാസർഗോഡ് MP ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ വേദിയിലേക്ക് എത്തുന്നത് കാണാം. ചീഫ് സെക്രട്ടറിയും മറ്റ് മന്ത്രിമാരും ജില്ലാ പ്രസിഡന്റ് വരെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ തരത്തിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശബ്ദം അത് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നാണ്. അതായത് പൂർണ്ണമായും ഇത്തരം പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തന്നെയാണോ ഈ ജനപ്രതിനിധികളടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്ത്? ശ്രീജ, അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷം പൂർണ്ണമായും ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് 4 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം അത് പരാജയമാണ്. അതുമാത്രമല്ല മുഖ്യമന്ത്രിയും സർക്കാരും മകളും വലിയ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഇത്തരം ധൂർത്ത് പരിപാടിയുമായി സർക്കാർ ഇറങ്ങുന്നു എന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വികസനങ്ങൾ ഇല്ലാത്ത ഒരു കേരളം പിന്നെന്തിനാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട്. എന്തായാലും അതിന് മറുപടിയായി തന്നെയാണ് AK ശശീന്ദ്രൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം AK ശശീന്ദ്രൻ ഇവിടെ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രവർത്തനം ഏകോപിപ്പിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് പ്രതിപക്ഷം ഇല്ലെങ്കിലും ആളുകൾ എത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അതായിരിക്കും ഈ പരിപാടി എന്നാണ്. ഓരോ ജില്ലകളിലും ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വലിയ തോതിലുള്ള ഈ പ്രത്യേക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ എത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ
സംഘാടകർക്കുള്ളത്. എന്നാലും അത്തരത്തിൽ കാർഷിക സെമിനാർ 200ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള കലാപരിപാടികൾ, വൈകിട്ട് എല്ലാ ദിവസവും കലാപരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പരിപാടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത് ഏറ്റവും അവസാനം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും എത്തുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയപാത വികസനം ഉൾപ്പെടെ സർക്കാരിന്റെ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, അതിന്റെ കൂറ്റൻ കട്ടൗട്ടുകളൊക്കെ, നിരവധി കട്ടൗട്ടുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് വേദിയിലേക്ക് ദൃശ്യങ്ങൾ പോയാൽ കാണാം, അവിടെ കൃത്യമായി അതിന്റെ ഓരോ ഡിസ്പ്ലേ, ഓരോ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഡിസ്പ്ലേ ഇവിടെ നേരത്തെ മുതൽ തന്നെ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരുന്നു. എന്നാലും ആളുകളൊക്കെ ഈ വേദിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നേതൃത്വത്തിൽ യോഗത്തിൽ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് വേദിയിൽ കാണാം, എം രാജഗോപാലൻ MLA ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പരിപാടി വലിയ തോതിൽ ഒരു 4ാം വാർഷിക ആഘോഷം അത് വലിയ കൊഴുപ്പോടുകൂടി തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ സംവിധാനങ്ങൾ എല്ലാം ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ശരി, കെ വി ബൈജു ആണ് കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ ആണ് ഈ ഒരു മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുന്നത്. ഇവിടെ തുടങ്ങി അത് ഒരു മാസം പിന്നിട്ട് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനം വരെ എത്തുന്ന പരിപാടികൾ. പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇതിന്റെ അവസാന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വി അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് വിശകലനങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രിയുടെ മുഖമുള്ള പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ മാത്രം ഏതാണ്ട് 15 കോടിയിലേറെ രൂപ, അങ്ങനെ പലതരത്തിൽ ഈ 9 വർഷങ്ങളിലെ ഭരണ നേട്ടങ്ങൾ മുഴുവൻ ഒരു ഡിജിറ്റലായി, വിഷ്വലായി ജനങ്ങൾക്ക് തൊട്ടുമുന്നിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് 3ാം സർക്കാരിന് മുന്നോടിയായുള്ള ഈ ആഘോഷ പരിപാടികൾ കൊണ്ട് CPM ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് പ്രതിപക്ഷം കടുത്ത എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്, അവർ വിട്ടുനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കുക? ശ്രീജ, 5ാം വാർഷികം സാധാരണഗതിയിൽ ഒരു സർക്കാരുകളും ആഘോഷിക്കാറില്ല. കാരണം അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് സമയമാകും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതിന്റെ പെരുമാറ്റച്ചട്ടവും നിലയിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് 4ാം വാർഷികം പരമാവധി വിപുലമായി ആഘോഷിക്കാൻ സർക്കാരുകൾ തീരുമാനിക്കുന്നത്. പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരിന്റെയും തീരുമാനം അതുതന്നെയാണ്. 4ാം വാർഷികം ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കണം. അതിനുവേണ്ടിയുള്ള ചെലവുകൾ പരമാവധി ചുരുക്കുമെന്ന് ധനമന്ത്രി പറയുമ്പോഴും കോടിക്കണക്കിന് രൂപ ഈ ചെലവിനങ്ങളിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രചരണം. CPIയുടെ സംസ്ഥാന കൌൺസിൽ യോഗത്തിലടക്കം വലിയ വിമർശനം. മുഖ്യമന്ത്രി മാത്രമാണോ ഇടതുമുന്നണിയുടെ നേതാവ്, അത് മുഖ്യമന്ത്രിയുടെ മാത്രമാണോ പ്രചരണം നടത്തുന്ന ചോദ്യമൊക്കെ ഉയരുമെങ്കിലും സർക്കാർ തീരുമാനത്തിൽ വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തന്നെയാണ് നടത്തുന്നത്. ഈ സർക്കാരിന്റെ നായകൻ മുഖ്യമന്ത്രിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ നയിക്കാൻ പോകുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് പ്രധാനമായും നടക്കുക. അത് പരമാവധി വിപുലമായി തന്നെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന പ്രചരണ പരിപാടിയുടെ തുടക്കമാണെന്ന് കാസർഗോഡ് നടക്കുന്നത്. ഇനിയുള്ള ഈ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിലുള്ള പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം സ്വാഭാവികമായും അത് ബഹിഷ്കരിക്കുകയാണ്. സർക്കാരിന്റെ ഇത്തരം ധൂർത്തുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. പക്ഷേ സർക്കാർ ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി കൂടി മാറ്റുകയാണ്, പ്രചരണമായി കൂടി മാറ്റുകയാണ്. തെരഞ്ഞെടുപ്പിനെ ഇനിയും ഒരു വർഷത്തെ അടുപ്പിച്ച് ബാക്കിയുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇത് ഈ 2ാം പിണറായി സർക്കാരിന്റെ മാത്രം പ്രചരണ നേട്ടങ്ങളാകില്ല ഈ സർക്കാർ പ്രദർശിപ്പിക്കുക, അവർ പ്രചരിപ്പിക്കുക. മൊത്തത്തിൽ 9 വർഷമായി ഏതാണ്ട് 9 വർഷമായി പിണറായി സർക്കാർ, ആദ്യ പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള 9 വർഷക്കാലം ചെയ്ത കാര്യങ്ങളാണ് സർക്കാർ പ്രചരണത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. അതാണ് ഈ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട് തന്നെയാണ്. എന്തെല്ലാം ഈ സർക്കാർ ചെയ്തു എന്നത് ജനങ്ങളെ അറിയിക്കുക എന്ന ഒരു കടമ കൂടിയാണ് സർക്കാർ ഇതിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.